ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, ഹജ്ജ് ക്ലാസ്സും ഇതൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇതിനെക്കുറിച്ച് പ്രാഥമികമായി ധാരണ ഉള്ള അല്ലെങ്കിൽ കേൾക്കുന്ന മുസ്ലിങ്ങളോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളൊക്കെ ആയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് കേൾക്കും, ഉംറ എന്ന് കേൾക്കും. എന്താ അപ്പോൾ പൊതുവിൽ പുറമെ നിന്ന് നോക്കുമ്പോൾ ഒക്കെ റെഡിയാണ്. കാരണം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ മക്കത്തെത്തുന്നു, സൗദി അറേബ്യയിൽ മക്കത്തെത്തുന്നു, അവിടെ ചെയ്ത് എന്തോ കാര്യങ്ങൾ ചെയ്യുന്നു. ഹജ്ജിന് പോകുന്ന ആളോ ഉംറക്ക് പോകുന്ന ആളൊക്കെ വസ്ത്രം ഒരുപോലെയാണ്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പൊതുവിൽ അറിയാം. എങ്ങനെ നമുക്ക് ലളിതമായിട്ട് ഈ ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഹജ്ജിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് അൽ ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിർണിതമായ മാസങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒരു കർമ്മമാണ്. അത് വേറെ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹജ്ജ് മാസം ഏതാണ് എന്നതിന് തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ റമദാൻ കഴിഞ്ഞാൽ വരുന്ന ഷവ്വാൽ, പിന്നെ ഇപ്പോൾ ദുൽഖാദ്, ഇപ്പോൾ നമ്മൾ ദുൽഖാദിലാണുള്ളത്, പിന്നെ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസവും. ഇതിനാണ് ഹജ്ജ് മാസങ്ങൾ എന്ന് ഖുർആൻ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിന് വേണ്ടി ഒരാൾ പോകുന്ന സമയം ഇത് മാത്രമായിരിക്കും. വേറൊരു സമയത്ത് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അതാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് സമയബന്ധിതമാണ്. രണ്ടിനും പോകുന്നത് മക്കയിലും കാബ കേന്ദ്രീകരിച്ചും ആണെങ്കിലും ഇത് സമയബന്ധിതമാണ്. മറ്റേത് അങ്ങനെയല്ല, ഏത് സമയത്തും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉംറ നിർവഹിക്കാം. ഇനി ഹജ്ജ് എന്ന വാക്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര നടത്തുക, ചൊല്ലുക എന്ന, ചെന്നെത്തിച്ചേരുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ സാങ്കേതികമായ ഇസ്തിലാഹി എന്ന് പറയും. സാങ്കേതികമായ ഡെഫിനിഷനിൽ പരിശുദ്ധ കാബയിലേക്ക് നിർണിതമായ കർമ്മങ്ങൾ ഉദ്ദേശിച്ച് സവിശേഷമായ ഉപാധികളോടുകൂടി ഒരാൾ മക്ക സന്ദർശിച്ച് കാബ സന്ദർശിച്ച് നിർവഹിക്കുന്ന കർമ്മമാണ് ഹജ്ജ് എന്നതാണ് അതിൻ്റെ സാങ്കേതികമായ ഭാഷ എന്ന് പറയുന്നത്. ഉംറ എന്ന വാക്ക് എഴുത്തമറ എന്ന അറബി പദത്തിൽ നിന്ന് വന്നതാണ്. സന്ദർശനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹജ്ജിൽ ഒരാൾ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും. ഉംറ അത്ര കർമ്മങ്ങൾ ഇല്ല. ഉദാഹരണത്തിന് ഉംറയിൽ 4 കർമ്മങ്ങളെ വരുന്നുള്ളൂ. ഒന്ന് നിയ്യത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കുക, നിങ്ങൾ നേരത്തെ ചോദിച്ച ആ വസ്ത്രം ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇഹ്റാമിന്റെ ഒരുക്കങ്ങൾ നടത്തുക. രണ്ടാമത്തേത് മക്കയിൽ മസ്ജിദുൽ ഹറാമിലെത്തി കാബയിൽ തവാഫ് ചെയ്യുക. മൂന്നാമത്തത് സഫ മറവക്കിടയിൽ സഅയ് നടത്തുക. നാലാമത്തത് മുടിയെടുക്കുക അല്ലെങ്കിൽ മുടി മുറിക്കുക എന്നൊരു കർമ്മമേ ഒരാൾക്ക് ഉംറയിൽ ചെയ്യാനുള്ളൂ. ഉംറ ഏത് കാലത്ത് പോയിട്ട് ഉംറ പൂർത്തിയായി. ഉംറ ഏത് കാലത്ത് ഒരാൾക്ക് നിർവഹിക്കുകയും ചെയ്യാം. ഇനി വേറൊരു ചോദ്യമുള്ളത്, ഹജ്ജ് പോലെ ഉംറയും നിർബന്ധമാണോ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ എന്നതാണ്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹജ്ജ് പോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ നിർബന്ധമായ കർമ്മമാണ് ഉംറ എന്നതാണ് ഒരു വീക്ഷണം. അതിന് കാരണം എന്താ പറഞ്ഞാൽ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയാണ്. വാത്തിമുൽ സൂറത്തുൽ ബഖറയിൽ വാത്തിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഹജ്ജ് എന്ന് പറഞ്ഞതിന് ശേഷം ഉംറ എന്ന വാക്ക് അടർത്തിയിട്ടാണ് പറഞ്ഞത്. ഹജ്ജിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഉംറ എങ്കിൽ അങ്ങനെ പറയേണ്ടതില്ല. ഹജ്ജിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമുണ്ട്, ഉംറക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ ഹജ്ജ് പൂർണ്ണതയിൽ നിർവഹിക്കുന്നത് പോലെ ഉംറയും നിർബന്ധമായും പൂർണ്ണതയിൽ നിർവഹിക്കണം എന്ന അർത്ഥത്തിൽ ഈ ആയത്തിന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ അവരുടെ തീരുമാനപ്രകാരം ഈ ഹജ്ജ് പോലെ ഉംറയും ജീവിതത്തിൽ നിർബന്ധമാണ് എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ ആ ഇസ്ലാം കാര്യങ്ങൾ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പണിതുയർത്തിയിട്ടുള്ളത് 5 കാര്യങ്ങളിലാണെന്ന് പറയുന്നിടത്ത് പരിശുദ്ധ കാബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഉംറ എന്ന വാക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജ് മാത്രമേ നിർബന്ധമുള്ളൂ, ഉംറ നിർബന്ധമാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ പഠിച്ചു നോക്കിയാൽ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധവും ഉംറ ഏറ്റവും മുഅക്കദായ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫലമുള്ള ഇസ്ലാമിലെ ഒരു സുന്നത്തായ കർമ്മവും എന്ന് മനസ്സിലാക്കാം. അവൻ പറഞ്ഞത് ഇത്രയാണ്. ഹജ്ജ് കുറേ ദിവസങ്ങൾ കൊണ്ട് ഉംറയെ അപേക്ഷിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഉംറ എന്ന് പറയുന്നത് അത്ര കർമ്മങ്ങളില്ലാതെ ലളിതമായി ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെയും ഉദ്ദേശം ജീവിതത്തിൻ്റെ തഖ്വ എന്ന് പറയുന്ന കർമ്മം തന്നെയാണ്. ഹജ്ജിന്റെ ഭാഗമായി ഉംറ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഹജ്ജ് 3 തരത്തിൽ നിർവഹിക്കാം. അത് ഹജ്ജിന്റെ ഭാഗമായിട്ട് ഉംറ വരുന്നതുണ്ട്, ഹജ്ജ് മാത്രമായി ഉംറ ഇല്ലാതെ വരുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ ഹജ്ജിനെ 3 തരത്തിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം. അതിലൊന്ന് ഇഫ്രാദ് എന്ന് പറയും. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കർമ്മം, ഫർദ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, അയാൾ ഹജ്ജ് മാത്രമേ ചെയ്യുന്നുള്ളൂ.
ഏതുപോലെ എന്ന് വെച്ചാൽ അയാൾ ഇപ്പം വിദേശത്തു നിന്നൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് ഫ്ലൈറ്റ് മാർഗമാണോ അപ്പോൾ ജിദ്ദയിലേക്ക് വന്നിറങ്ങുന്നത്, അയാൾ ദുൽഹജ്ജ് 8-നാണ് വന്നിറങ്ങുന്നത് നമ്മൾ കരുതുക. അങ്ങനെ വന്നിറങ്ങുമ്പോൾ അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു വന്നു, അയാൾ മക്കയിലേക്കൊന്നും പോകുന്നില്ല, മറിച്ച് അയാൾ അറഫയിലേക്കാണ് വരുന്നത്, ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് നേരിട്ട് വരികയാണ്. അങ്ങനെ ഹജ്ജിന് വേണ്ടി അയാൾ അറഫയിൽ വന്നു, അന്ന് രാത്രി മുസ്ദലിഫയിൽ വന്നു, അതുപോലെ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞു, ഹജ്ജിൻ്റെ തവാഫുൽ ഇഫാലയും സഅയും നടത്തി മുടിയെടുത്ത് അയാൾ തവാഫുൽ വിദാവ് കൂടി നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഒരാൾ ഹജ്ജിനെ ഏകദേശം 1-2 ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് അയാൾ നേരത്തെ വന്ന് ഉംറൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഹജ്ജ് മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് ബലി നിർബന്ധവുമല്ല. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ ബലി ചെയ്യേണ്ടതില്ല. ഹജ്ജിന്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഖിറാൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉംറയും ഹജ്ജും ചേർത്ത് ചെയ്യാണ്. ഉദാഹരണത്തിന് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ തന്നെ അയാൾ വെക്കുന്ന നിയ്യത്ത് അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ വ ഹജ്ജൻ എന്നാണ്. ആദ്യം ചെന്നിട്ട് അയാൾ പിന്നെ ഉംറ നിർവഹിക്കും, എന്നിട്ട് ഡ്രസ്സ് തഹല്ലുലാവുന്നില്ല, അപ്പോഴത്തേക്ക് ദുൽഹജ്ജ് 8 ആയിട്ടുണ്ടാവും. അയാൾ നേരെ മിനായിലേക്ക് പോയി അറഫയിലേക്ക് പോയി അതിന്റെ കർമ്മങ്ങളും അയാൾ നിർവഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കും. ഉംറയിൽ നിന്ന് വിടുതൽ നേടാതെ നേരെ ഹജ്ജ് കൂടി അതിനോട് ചേർത്ത് അടുപ്പിച്ച് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ആണ് ഖാരിനായി ഹജ്ജ് ചെയ്യുന്ന ആൾ. ആ രൂപത്തിന് ഖിറാൻ എന്ന് പറയും. അവർക്ക് ബലി നിർബന്ധമാണ്. മൂന്നാമത്തതാണ് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ. കാരണം കേരളത്തിൽ പോകുന്നപ്പോൾ അടുത്ത കാലത്തൊക്കെ കേരളത്തിൽ പോകുന്ന പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ 15 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നവരുണ്ട്. 15 ദിവസം കൊണ്ട് ഈ കർമ്മങ്ങൾ കൂടി ചേർത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന രീതികൾ കാണാറുണ്ട്. പ്രൈവറ്റിലൊക്കെ ഇപ്പോൾ 30 ദിവസമാണ്. നേരത്തെ പ്രൈവറ്റിലും 40 ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് 40 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കും ആ ഷെഡ്യൂൾ ഉണ്ടാകുക. അപ്പോൾ ഈ ഹജ്ജിന്റെ നിർണിതമായ ദിവസങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ ഏതായിരുന്നാലും മക്കയിലും മദീനയിലും എത്തിയതാണല്ലോ ഒരു തീർത്ഥാടകൻ. ഇസ്ലാമിന്റെ കേന്ദ്രത്തിലാണുള്ളത്, ചരിത്രത്തിന്റെ കേന്ദ്രത്തിലാണുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള ആരാധനാലയങ്ങളിൽ, ഹറമുകളിൽ, മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും കൂടുതൽ കാലം ഇബാദത്തുകൾ മുഴുകാനും നമസ്കരിക്കാനും ഒക്കെ വേണ്ടി അവർക്കൊരു ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ട്, ആ ദിവസങ്ങൾ കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ 40-30 ദിവസം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉംറ നിർവഹിക്കും. എന്നിട്ട് അതിൽ നിന്ന് പൂർണ്ണമായും തഹല്ലുലാകും. തഹല്ലുലാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് നിഷിദ്ധമായിരുന്നോ, അപ്പോൾ അനുവദനീയമായ കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടാണല്ലോ ഈ കർമ്മത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പം ഭാര്യാഭർത്ത സംസർഗങ്ങൾ വരെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് പറ്റില്ല. അയാൾ ഉംറയിൽ നിന്ന് തഹല്ലുലായി കഴിഞ്ഞാൽ മക്കയിലും മദീനയിലും ആണെങ്കിൽ അത് അനുവദനീയമാണ്. പിന്നെ അങ്ങനെ അയാൾ തഹല്ലുലായി കഴിഞ്ഞ് ഹജ്ജിന്റെ ദിവസങ്ങളിൽ വീണ്ടും താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഹജ്ജ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് തമത്തു എന്ന് പറയുന്നത്. ആദ്യം ഉംറ ചെയ്ത് വിരമിക്കുന്നു, പിന്നെ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് പൂർത്തീകരിക്കുന്നു. ഈ ഇടയിലുള്ള ദിവസങ്ങളിൽ അയാൾക്ക് എന്തെല്ലാം വിലക്കപ്പെട്ടിരുന്നോ അതെല്ലാം അനുവദനീയമാകുന്നതാണ്. ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന ആൾക്കും എന്തു പറ്റും? അയാൾക്കും ബലി നിർബന്ധമാണ്. അതാണ് ഹജ്ജും ഉംറയും തമ്മിലുള്ള കണക്ഷൻ. അത് തമ്മിൽ ചേർത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്ത് വിരമിച്ച് ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന രീതിയുണ്ട്. ഉംറ ചെയ്യാതെ ഹജ്ജ് മാത്രം നിർവഹിക്കുന്ന ഇഫ്രാദിൻ്റെ രീതിയുമുണ്ട്.